ഹായ് ഗൈസ്, നമസ്കാരം. എല്ലാവർക്കും എക്സിക്യൂട്ടീവ് മലയാളി എന്ന ചാനലിലേക്ക് സ്വാഗതം. നമുക്കിന്ന് വെളിയിൽ പുറത്തൊരു റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ പോയാലോ? അമേരിക്കയിൽ പുറത്തൊരു റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ പോകുന്ന എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ? ഇത് വരുന്ന ഒരു വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. ഓണസ്റ്റ് എന്ന് പറഞ്ഞ് ഒരു വലിയ പോപ്പുലർ ആയിട്ടുള്ള ഒരു ചെയിനാണ്. പല രാജ്യങ്ങളിലും ഉള്ള ഒരു ചെയിനാണ്. അപ്പം ഇവിടെ തൊട്ടടുത്ത് ഒരെണ്ണമുണ്ട്. അവിടെ പോയി നമുക്ക് അവിടുത്തെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ? അപ്പോൾ ലെറ്റ്സ് ഗോ, പോയേക്കാം. എവിടെ പോകാനാ ഇനി? പറ. കടയിലോ? അമ്മ കഴിക്കാനാണോ? ഇന്നത്തെ ഡേയിലേക്ക് എന്താ പ്രത്യേകത? എനിക്ക് മറന്നുപോയി. അമ്മയാ അമ്മ ഉറങ്ങിപ്പോയി. അയ്യോടാ പാവം. നിങ്ങൾ ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ഓണസ്റ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഒരു മസ്റ്റ് ഗോ പ്ലേസ് ആണ്. ഇപ്പം US-ലും കാനഡയിലും ഓസ്ട്രേലിയയിലും UK-ലും ഒക്കെ ഈ ഒരു കട പല സ്ഥലങ്ങളിലായിട്ടുമുണ്ട്. ഈ ഒരു കട ഒത്തൻറ്റിക് ആയിട്ടുള്ള ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡ്, ഇത് ഗുജറാത്തിലെയും മുംബൈയിലെയും നോർത്ത് ഇന്ത്യനും ഇൻഡോ ചൈനീസും ഒക്കെ ഇവർ സെർവ് ചെയ്യുന്നുണ്ട്. ഇവരുടെ ഫേമസ് ആയിട്ടുള്ള ഡിഷുകൾ പാവ് ഭാജി, ചാറ്റ്, ദോശകൾ, അതുപോലെ സാൻഡ്വിച്ചസ്, ഇൻഡോ ചൈനീസ് ഫുഡുകൾ, ഇതുപോലെയൊക്കെയുള്ള സംഭവങ്ങളാണ് ഇവരുടെ പോപ്പുലർ ആയിട്ടുള്ള ഡിഷസ്. ആൾക്കാർക്ക് ഈ കട മെയിനായിട്ട് ഇഷ്ടപ്പെടാനുള്ള കാരണം ഇതൊരു പ്യുവർ വെജിറ്റേറിയൻ ആയിട്ടുള്ള കടയാണ്. അതുപോലെ ഇവരുടെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ്, എവിടെ പോയാലും ഏതൊരു കടയിൽ പോയാലും ഏതൊരു സ്ഥലത്ത് പോയാലും ആ ഒരു സെയിം ടേസ്റ്റ് ആയിരിക്കും നമുക്ക് എല്ലാ കടയിലും കിട്ടുന്നത്. അതുപോലെ ഒരു ഫാമിലി ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. അതുപോലെ കുറേ മെനുവിൽ തന്നെ കുറേ വെറൈറ്റി ഉണ്ട്. അതുപോലെ പെട്ടെന്നുള്ള സർവീസ്, അതുപോലെ ഇവരുടെ ആംബിയൻസ്, അകത്തേക്ക് കയറി കഴിഞ്ഞാൽ വളരെ രസകരമാണ്. ഇവരുടെ റെസ്റ്റോറൻറ്റും അതുപോലെ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇന്ത്യൻ സ്റ്റൈലിലും ഒരു നല്ലൊരു ആംബിയൻസ് ഉണ്ട് ഇവരുടെ റെസ്റ്റോറൻറ്റിനകത്ത്. എടാ, മെനു ആയിട്ടൊന്ന് പോയാലോ? മെനു ഒന്ന് കാണിച്ച് കൊള്ളാലോ. ഇവർ നേരത്തെ മെനു കൊണ്ടു തന്നോ? വെയിറ്റ് ചെയ്യുന്ന സമയം ലാഭിക്കാലോ. കസ്റ്റമർ സർവീസ് ഉള്ള വളരെ റയർ. കസ്റ്റമർ സർവീസ് ഉണ്ടോ? ഓ വാവ്. ഇവിടുത്തെ എന്താണ് സ്പെഷ്യാലിറ്റി? നീ ഒന്ന് പറഞ്ഞേ. സ്പെഷ്യാലിറ്റി ഇന്ത്യൻ വെജിറ്റേറിയൻ ഐറ്റംസ്. ഇന്ത്യൻ വെജിറ്റേറിയൻ ആണോ? സ്ട്രീറ്റ് ഫുഡ് സ്റ്റൈലുണ്ട്. സ്ട്രീറ്റ് ഫുഡോ? സ്ട്രീറ്റ് ഫുഡ് സ്റ്റൈലാണ്. സ്ട്രീറ്റ് ഫുഡ് ഉണ്ട്. നമ്മുടെ സൗത്ത് ഇന്ത്യൻ മസാല ദോശ, സൗത്ത് ഇന്ത്യൻ മസാല ദോശ, നോർത്ത് ഇന്ത്യൻ ചാറ്റ്, അങ്ങനത്തെ സാധനങ്ങൾ. ഓ, മെനു കാണിച്ചോ നോക്കട്ടെ. ഓ, അടിപൊളി. റീസണബിളി പ്രൈസ്ഡ് ആണെന്ന് തോന്നുന്നല്ലോ കണ്ടിട്ട്. വലിയ കൂടുതലില്ല. ഇല്ലല്ലേ? എന്തുണ്ട് നീ വേണ്ടി? ഓണസ്റ്റ് റെഡിയാണോ നീ വേണ്ടി പോവാൻ? എന്ത് പറ്റി? ഇപ്പൊ എന്ത് പറ്റി? നീ ഒന്ന് പറഞ്ഞോ. സ്ഥലം കിട്ടിയോ? എല്ലാരെയും ഇൻവൈറ്റ് ചെയ്യേ. പറയാത്ത എന്തെങ്കിലും സ്നാക്സ് പറഞ്ഞു. അല്ല, ഇതിന്റെ ഇന്റീരിയറിനെ കുറിച്ചൊക്കെ പറയായിരുന്നേ. നല്ല രീതിയിലാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നിനക്ക് എന്നാ ഇതിന്റെ ഇന്റീരിയറിനെ കുറിച്ചുള്ള അഭിപ്രായം? ഇന്ത്യയെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഇന്റീരിയറാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഗാന്ധി ഉണ്ട്, പട്ടേൽ പ്രതിമയുണ്ട്, പിന്നെ പല പല ഭക്ഷണങ്ങളുടെ പടങ്ങൾ വെച്ചിട്ടുണ്ട്. അത് ശരിയാ കേട്ടോ. നല്ല ഇന്ത്യയെ ഓർപ്പിക്കുന്ന ഒരു. അതെ, അതെവിടെ? ഓ, അത് ശരിയാണല്ലോ. അവിടെ വേറെ കുറെ ലാംഗ്വേജസ് എഴുതിയിട്ടുണ്ട്. അടിപൊളി. നീ എന്തൊക്കെയാ ഫുഡ് ഓർഡർ ചെയ്ത? എന്തൊക്കെയാ അത് പറ. പൊടി മസാല. വേറെ നിവ എന്താ ഓർഡർ ചെയ്തേ? ഫ്രൈഡ് റൈസ്. ഓക്കെ. അപ്പം അമ്മ എന്നാ ഓർഡർ ചെയ്തേ? എല്ലാം ഓർഡർ ചെയ്ത? അറിയില്ല, ഓർഡർ ചെയ്തില്ല. ബട്ടൂര. സ്ക്രീൻ ടൈം കിട്ടാൻ വേണ്ടിയുള്ള കളിയാ വേണം കേട്ടോ. അമ്മയ്ക്ക് സ്ക്രീൻ ടൈം കൊടുത്തില്ല, അതിന്റെ കളിയാ, അതിന്റെ ദേഷ്യ കേട്ടോ. എനിക്കൊരു പ്ലേറ്റ് ആദ്യം നോക്കട്ടെ എങ്ങനെയാണ്. എരിവുള്ളതാണ് കഴിക്കാൻ പറ്റിയത്. റൈസാണ് വേണ്ടിയ എല്ലാം തരാം. എല്ലാം തരാം. ചിക്കൻ കിട്ടൂല. നീ ആരൊക്കെ ഇതേതായിരുന്നു? ട്രിപ്പിൾ ഷെസ്വാൻ ഫ്രൈഡ് റൈസോ? നൂഡിൽസ് ഒരു മാറ്റി നല്ല വേണ്ടി. എങ്ങനെയുണ്ടാ ഫസ്റ്റ് ഒരു അഭിപ്രായം എന്താ? അടിപൊളിയാണോ? വീഡിയോ ഒക്കെ ചെയ്ത് നല്ല ഫുഡ് കിട്ടുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. എവിടെയൊന്നും കേട്ടോ. ഇതെന്താ പനീറാണോ? പനീർ കറി. എങ്ങനെയുണ്ടമ്മേ? അമ്മയുടെ ഒരു റിവ്യൂ
മെയിൻ ആയിട്ട് എല്ലാവർക്കും ഇഷ്ടം. ചാനലിൽ എല്ലാവർക്കും ഇഷ്ടം അമ്മയുടെ റിവ്യൂ ആണ്. അമ്മ കറക്റ്റ് ആയിട്ട് പറയുമെന്ന് ആൾക്കാർ പറയുന്നത്. ഒന്ന് പറഞ്ഞേ, നല്ലതാണോ? നീ നിവയോടും കൂടെ ഒന്ന് ചോദിക്കട്ടെ. നിവ, നിന്റെ റിവ്യൂവും കൂടെ ഒന്ന് കേൾക്കട്ടെ, എങ്ങനെയുണ്ട്? ആണോ? സൂപ്പറാണോ? ഫ്രഷ് അല്ലേ? പുതിയ സാധനം. അപ്പോൾ നമ്മുടെ പൂരി വന്നു. അടിപൊളി റൈസ്. താങ്ക് യു. എനിക്ക് മതിയാമോ പറയണേ അപ്പം തന്നെ. ജോലെ അഭിപ്രായം ഒന്ന് പറഞ്ഞേടാ. കഴിച്ചെല്ലാം കഴിയുമ്പോ അഭിപ്രായം പറയാനുള്ള ഒരു ഇത് പോകും അല്ലേ? സൂപ്പർ. ഒരു വാക്കി തീർത്തോ നീ? പോരട്ടെ സൂപ്പർ. അത് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ നിന്റെ ഒരു റിവ്യൂ പറഞ്ഞു? എല്ലാം ഇഷ്ടപ്പെട്ടു. ആണോ? ഫ്രഷ് സാധനമല്ലേ? എനിക്ക് ഇതൊന്നും വലിയ ഇഷ്ടമാണ്. വെജിറ്റേറിയൻ ആയതുകൊണ്ടാണ് അമ്മ നോയമ്പ് കാരണം മണി കൊടുത്താ. നീ വാ. ആ ഒച്ചപ്പറ. ഏത്? കച്ചോരി ദോശയും. അമ്മയ്ക്കോ ഇഷ്ടപ്പെട്ടെ? ആണോ അമ്മയ? രാജ് കച്ചോരിയാണോ ഇഷ്ടപ്പെട്ടെ? ചോറും നൂഡിൽസ് മിക്സ് ചെയ്താണോ കഴിക്കുന്നത്? അത് കൊള്ളാലോ. ആ അത് നല്ല പുതിയൊരു കോമ്പിനേഷനാ. എനിക്ക് എന്താണ് ഇഷ്ടപ്പെട്ടെ? കൊള്ളത്തില്ലായിരുന്നു. ഡെക്കറേറ്റ് ചെയ്താണോ മായ? അപ്പോൾ ഇവിടുത്തെ ഫുഡെല്ലാം അടിപൊളിയായിരുന്നു. ഞങ്ങൾ 5 പേര് അഡൽട്ട്സ് ഉണ്ടായിരുന്നു, 2 കുട്ടികളും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം കൂടെ കഴിച്ചതിന് ബില്ല് വന്നത് ഏകദേശം $120 അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഐസ്ക്രീം കഴിക്കാനായിട്ട് ഒരു കടയിലേക്ക് പോയി. ഇന്ന് നമ്മൾ ഐസ്ക്രീം മേടിക്കാൻ പോകുന്നത് ഓബ്രവൈസ് എന്ന് പറഞ്ഞ ഒരു ഐസ്ക്രീം ആൻഡ് ഡയറി സ്റ്റോറിൽ നിന്നാണ്. ഈ ഒരു സ്റ്റോർ ഒരു ഫാമിലി ഓൺഡ് ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ്. 1927 ഈ ഒരു കട അല്ലെങ്കിൽ ഈ ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവർ പോപ്പുലർ ആയിട്ടുള്ളത് പ്രീമിയം ആയിട്ടുള്ള ഡയറി പ്രോഡക്ട്സ്, പാല്, ഐസ്ക്രീം, അതുപോലെ അതിൻ്റെ കുറേ വെറൈറ്റീസ് ഓഫ് ഐറ്റംസും ഈ ഒരു കടയിൽ അവൈലബിൾ ആണ്. ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് ഇവർ സെല്ല് ചെയ്യുന്നത്. ഹോർമോൺ ഫ്രീ ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് ഈ ഒരു കടയിൽ നമ്മൾ കൂടുതലും കാണുന്നത്. ഫാമിൽ നിന്നുള്ള ഫ്രഷ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ഐസ്ക്രീമും അതുപോലെ പാല് ഡയറക്റ്റ് ഫ്രം ഫാമാണ് ഇവർ സാധാരണ ഈ ഒരു കടയിൽ വിൽക്കുന്നത്. ഐസ്ക്രീമിൽ തന്നെ പല വെറൈറ്റീസ് ഉണ്ട്. സാധാരണ വാനിലയും ചോക്ലേറ്റും കുക്കീസ് ആൻഡ് ക്രീമും അതുപോലെ സീസണൽ ആയിട്ടുള്ള കുറേ വെറൈറ്റീസും ഇവിടെ അവൈലബിൾ ആണ്. ഇവർ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കൂടുതലും ഇവർ ഉപയോഗിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫ്ലേവേഴ്സോ പ്രിസർവേറ്റീവ്സോ സാധാരണ ഈ ഒരു കടയിൽ ഉപയോഗിക്കാറില്ല. ഇത് മാസ് പ്രൊഡക്ഷനിൽ ഫോക്കസ് ചെയ്യാതെ ക്വാളിറ്റിയിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് ഒബ്രവൈസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കട. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഇന്ന് ഐസ്ക്രീം മേടിക്കുന്നത്. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ ഐസ്ക്രീം കഴിച്ചിട്ട് ഫൈനലി ഈ ഡേ എൻഡ് ചെയ്യുക. നീ വേണ്ടി ആ ഐസ്ക്രീം ഒന്ന് കാണിച്ചു. അതേതായിരുന്നു? ഇത് എക്സ്പ്രസോ കാരമലും പിന്നെ എക്സ്പ്രസോ കാരമൽ. പക്ഷെ ഇതെന്താ ഈ നട്ട്സിന്റെ വേഫിൾ കോൺ? ഓ ഓക്കെ. അത് ഐസ്ക്രീം ആണോ? ഓ നല്ലതാണോ? സൂപ്പർ. നല്ല കോഫി ടേസ്റ്റ് ആണോ? ഇനി എടിയോടും അമ്മയോടും ഒന്ന് ചോദിക്കട്ടെ. എടി ഇതെങ്ങനെയുണ്ടാ? ഏതാടാ ഇത്? ഏത് ഫ്ലേവർ ഇത്? വാനിലയോ? ഓ സൂപ്പർ ആണോ അമ്മയാ? ഇത് ഏതാ അമ്മയാ? വാനിലയാണോ? സൂപ്പർ ആണോ? ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വീഡിയോ എൻഡ് ചെയ്താലോ? ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു താങ്ക് യു പറഞ്ഞേരും. ബൈ ബൈ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാമെന്ന് പറ. ആ ഓക്കെ, ബൈ ബൈ പറ. സബ്സ്ക്രൈബ് അടിക്കാൻ പറഞ്ഞോ? ചാനൽ ഈ ചാനലിന് സബ്സ്ക്രൈബ് അടിക്കാൻ പറ. സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞാൽ മതി. സബ്സ്ക്രൈബ്
പേര് പറഞ്ഞേ കേക്കട്ടെ.